നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോൺഫിഡൻസ് അത് സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. എന്താണെന്നല്ലേ, ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറുമായിട്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടന്നു. ആ അഭിമുഖത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറ്റേ പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദ്യമായി ഉന്നയിച്ചു. ഏത് ഡയലോഗ്? സതീശൻ ഇങ്ങനെ ചരിഞ്ഞു നിന്നിട്ട് പറയുള്ളൂ, 12 മന്ത്രിമാർ 12 മന്ത്രിമാർ 1 ഡസൻ മന്ത്രിമാർ തോറ്റിരിക്കും എന്നുള്ള ഡയലോഗ് അടിച്ചല്ലോ. ആ ഡയലോഗ് സതീശനും കോൺഗ്രസ്സുകാർക്കും വലിയ ആവേശമാണെങ്കിൽ അത് കേട്ട മുഖ്യമന്ത്രി അതിന് കൊടുത്ത മറുപടിയും ആ ചോദ്യം കേട്ടപ്പോഴുള്ള ചിരി അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അതും പോരാഞ്ഞിട്ട് ആ സന്ദർഭത്തിൽ വാർത്ത വായിച്ച മാധു സജിക്ക് ആ ഡയലോഗ് കേട്ടപ്പോൾ ലൂസിഫർ സിനിമയിലെ ഡയലോഗുമായിട്ടാണ് താരതമ്യം ചെയ്യാൻ തോന്നിയത്. മന്ത്രിമാർ അടക്കം തോൽക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സുരക്ഷിതനാണോ എന്ന് ചോദിക്കുന്നു. പ്രേക്ഷകരെ, നമ്മൾ ലൂസിഫർ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലെ? ഇനി രക്ഷിക്കാൻ പി കെ രാംദാസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിന്നെ ആരും രക്ഷിക്കുമെന്നുള്ളത്. ഏതാണ്ട് ആ ശൈലിയിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. 12 മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഭദ്രാണോ? സ്റ്റീഫ, നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ പി കെ രാംദാസ് ഇല്ല. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? കോൺഗ്രസ്സുകാരുടെ ഹീറോയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു വിലയാണ്. നമ്മുടെ നാട്ടിൽ ചില പൊതുശല്യങ്ങളാണല്ലോ, എന്തിനും ഏതിനും കിടന്ന് ചലപ്പാണ്. ആ ചലയ്ക്കുന്നവരെയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യും. പിന്നെ പ്രതിപക്ഷ ചലപ്പായതുകൊണ്ട് ചില കാര്യങ്ങളിൽ മറുപടി പറയുന്നു എന്നതിനപ്പുറം ഇത്രയും ഒച്ചയെടുത്ത് മൈക്കുകൾക്ക് മുന്നിൽ സതീശൻ ഗൃഹപാഠം ചെയ്തു വന്ന് അടിച്ച ആ തഗ് ഡയലോഗ് കേട്ട് കോരിത്തരിച്ച ചില മാപ്രകളും കോരിത്തരിച്ച ചില കോൺഗ്രസ്സുകാർക്കും അപ്പുറം ഇതൊക്കെ എന്ത്? ഇതിനേക്കാൾ വലിയ വെടിക്കെട്ട് നമ്മൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിണറായിയുടെ ഒരു ശൈലി. കാര്യം കണ്ടുവന്ന രാഷ്ട്രീയം, അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സതീശന്റെ ബഡായി അടികളോ സതീശൻ കിടന്ന് ഈ ചാടിത്തുള്ളി അടിക്കുന്ന പഞ്ച് ഡയലോഗ് അത് കോൺഗ്രസ്സുകാർക്ക് നല്ലതാണ്. അവരെ അങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇതോടെ ഈ പാർട്ടിയുടെ കച്ചവടം പൂട്ടും. അതുകൊണ്ട് അത്തരം ഡയലോഗൊക്കെ സതീശൻ അടിക്കുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണോ അടിക്കുന്നത് അവർ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു തമാശയാണ്. ആ ഡയലോഗിലേക്ക് അമ്മാതിരി കണ്ടാൽ മതി. നമ്മുടെ സതീശനല്ലേ, സതീശനെ അതിൽ കാര്യമില്ല. സതീശ ഇതെന്ന് പറയുന്നതിന് അപ്പുറവും പറയും. സതീശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നാവ് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ആ മണീച്ചൻ നാവാണ്. ആൾക്കാരെ കുപ്പിയിലിറക്കാൻ വേണ്ടിയുള്ള മണീച്ചൻ പോലെ കോൺഗ്രസ്സുകാർക്ക് ആവേശം കൊടുക്കാനുള്ള വാചകത്തിനപ്പുറം, ഈ പറയുന്ന ഡയലോഗുകൾക്കപ്പുറം സതീശൻ പറവൂരിൽ സേഫ് ആണോ എന്ന ചോദ്യം ചോദിക്കുന്നിടത്ത് അവിടെ വരാൻ പോകുന്ന മത്സരത്തിൽ സതീശന്റെ കട്ടയും പടവും കൂടി മടക്കാനുള്ള പണി എടുത്തിട്ടുണ്ടെന്ന് പിണറായി ശക്തമായ സന്ദേശം കൊടുക്കുകയാണ്. ജോസഫ് ടാജറ്റ് എന്ന വ്യക്തി അവിടെ മത്സരിക്കാൻ ഇറക്കിയത് വെറുതെ അല്ല. ഇക്കുറി തീരദേശ മേഖലയിൽ ഉൾപ്പെടെ അവിടത്തെ വോട്ട് പിടിച്ച് സതീശന്റെ പെട്ടിയിൽ ആണി അടിക്കാനുള്ള സകല നീക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് പിണറായിയുടെ ആ ചിരിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചിരി കേട്ടപ്പോഴത്തേക്കും ലൂസിഫർ ഡയലോഗുമായി താരതമ്യം ചെയ്യാൻ കോൺഗ്രസ് അനുഭാവ മനസ്സുള്ള ഒരു അവതാരകയ്ക്ക് തന്നെ തോന്നിയത്.